പട്ടാമ്പി മണ്ഡലത്തിൽ വിവിധ കുളങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി 8 കോടി രൂപ അനുവദിച്ചിരുന്നു. നമ്മുടെ കുളങ്ങളുടെ സൗന്ദര്യവൽക്കരണം നടത്താനും ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. മാത്രമല്ല നമുക്കറിയാം, പല കുളങ്ങളും ജനകീയമായി നാട്ടുകാരെ ഏറ്റെടുത്ത് അത് നവീകരിക്കാനുള്ള ഫണ്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട 5 കുളങ്ങൾ കൊടുമുണ്ടക്കുളം കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ, അതോടൊപ്പം തന്നെ എരങ്ങോട്ടുകുളവും കൊപ്പം ഗ്രാമപഞ്ചായത്തിലാണ്, എടലക്കുളം മുതുതല ഗ്രാമപഞ്ചായത്തിൽ, കണ്ടംകുളം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ, വണ്ടുന്തറക്കുളം നമ്മുടെ കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ. ഇത്രയും കുളങ്ങൾ നവീകരിക്കുന്നതിന് 8 കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചു. അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ഭരണാനുമതിയും കിട്ടി. ഇപ്പോൾ ടെൻഡറിലേക്ക് കടന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ പ്രിയപ്പെട്ട വിശ്വസാഹിത്യകാരൻ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന MTക്ക് ആദരവായിട്ട് കൂടിയാണ് ഈ കുളങ്ങൾ നവീകരണത്തിൻ്റെ പദ്ധതി സമർപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ പട്ടാമ്പി മണ്ഡലത്തിൽ നിരവധി കുളങ്ങൾ നവീകരിച്ചിരുന്നു. അതിൽ പെരിക്കാട്ടുകുളം, ആനങ്ങാട്ടുകുളം, അതുപോലെ അറക്കുളം, മാടായിക്കുളം, നമ്മുടെ കാരക്കുളം അടക്കമുള്ള കണ്ണാടിച്ചിക്കുളം അടക്കമുള്ള കുളങ്ങളുടെ നവീകരണം പൂർത്തീകരിച്ചതിൻ്റെ ഫോട്ടോസ് നമ്മുടെ മാതൃഭൂമി റിപ്പോർട്ടറായിട്ടുള്ള രവീന്ദ്രൻ മാഷ് MTയെ കാണിച്ചിരുന്നു. ആ ഫോട്ടോസ് കണ്ടപ്പോൾ MTക്ക് ഏറെ സന്തോഷം തോന്നി. ആ സന്തോഷം MT പ്രകടിപ്പിക്കുകയും ചെയ്തു എന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഈ 8 കോടി രൂപയുടെ കുളങ്ങൾ നവീകരിക്കുന്നത് MTക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും ഈ കുളങ്ങൾ നവീകരിച്ചു കഴിഞ്ഞാൽ, സൗന്ദര്യവൽക്കരണവും നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട MTക്ക് ഏറെ സന്തോഷം ഉണ്ടാകുന്ന, അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ വന്ന വള്ളുവനാടൻ്റെ ആ ഒരു ചിത്രം നമുക്ക് കാണിക്കാൻ കഴിയുന്ന രീതിയിൽ മനോഹരമായ കുളങ്ങളായിട്ട് ഇത് മാറും എന്നതിന് സംശയമില്ല. അപ്പോൾ അത് ടെൻഡറിലേക്ക് പോയി എന്നതാണ്. ഇനി കരാറുകാർ എടുത്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്ക് ഇതിൻ്റെ വർക്ക് ആരംഭിക്കാൻ കഴിയും.